അവര് വന്നിട്ട് പറഞ്ഞു കൊണ്ടുവന്നിട്ട് കാണിച്ചു. ഞങ്ങള് തലേ ദിവസം സംസാരിച്ചിരുന്ന സംഗതിയാണ് അത്. ഒരു പക്ഷെ ഈ നമ്മള് സമൂഹത്തോട് കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കടപ്പാട്, അതില് ഞാൻ ആദ്യം പറഞ്ഞ അതിജീവിതരാണ് നമ്മളെല്ലാവരും. ഈ ഒരു ഇതില് ആരുടെയൊക്കെയോ പ്രവർത്തനം കൊണ്ടും ആരുടെയൊക്കെയോ എന്താ പറയുക കാരുണ്യം കൊണ്ടും അല്ലെങ്കിൽ അത്ര തടയാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് കൊണ്ട് തന്നെ അതിൽ നിന്നും മാത്രം രക്ഷപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ എത്ര ഇതായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിന്റെ ആ ആദ്യ കാലഘട്ടത്തിലെ മരണങ്ങളൊക്കെ അങ്ങനെ തുടങ്ങിയ സമയത്ത് നമ്മള് ഇതൊന്നും അറിയാൻ പറ്റില്ല. പലപ്പോഴും ആൾക്കാരായിട്ട് ഇടപെടുന്നവർക്ക് പലരും ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. 2 ദിവസം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ലക്ഷണങ്ങൾ കാണിക്കുന്ന, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്, അല്ലെങ്കിൽ കോണ്ടാക്ട് ആയിരുന്നു എന്നുള്ളത് അറിയില്ല. അപ്പൊ ഞാൻ എന്റെ വൈഫിന്റെ അനിയത്തിയുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ 2 പേരും ഇതിൽ നിൽക്കുകയാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പിള്ളേരുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളണം. ആരോഗ്യരംഗത്തുള്ള പലരും ആ രീതിയിലാണ്. അത് എല്ലാ മേഖലയും ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നവര്. പക്ഷെ ആരും ആ ഒരു സേവന മനോഭാവം വിട്ടിട്ട് പ്രവർത്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ അനുഭവത്തിൽ എനിക്ക് 100% ബോധ്യമായിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെയുള്ള ആ ഇതിൽ അവരെ അംഗീകരിക്കുക, അതോടൊപ്പം ഭക്ഷണത്തിന്റെ വിതരണത്തിന്റെയും മറ്റ് സഹായങ്ങളുടെയും എല്ലാം കാര്യം പറഞ്ഞു. മാനസിക പ്രശ്നങ്ങള് ഉള്ളവര് ആ വ്യക്തികളെക്കാളും അവരുടെ കുടുംബാംഗങ്ങൾക്കാണ് ഏറ്റവും അധികം വിഷമങ്ങൾ ഉണ്ടാവും. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് വേണ്ട രീതിയിൽ ഒരു സഹായം കൊടുക്കാനും പലപ്പോഴും നമ്മളൊക്കെ ഇത് വർഷങ്ങളായിട്ട് എന്താ പറയാ പല സിനിമകളിൽ എന്താ പറയുക ഇരുട്ടിന്റെ ആത്മാവില്ലേ അതിലെ ആ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്, പ്രേം നസീർ അഭിനയിച്ച ഇതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ അതിന് ശേഷം തനിയാവർത്തന സിനിമയിൽ കാണിക്കുന്നുണ്ട് എങ്ങനെ സമൂഹം ഒരാളെ ആക്കുന്നു എന്നുള്ളത്. അതൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വേണ്ട ആ കുടുംബത്തിന് വേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതിനേക്കാളും പലപ്പോഴും അവരെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്താനുള്ള ഒരു പ്രവണതയാണ് പലപ്പോഴും കാണുന്നത്. ഇത് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുന്നു എന്നുള്ളത്, ഇതെല്ലാം ഞാൻ പറയുന്നത് അതായത് ശ്രീ വിജയൻ IPS അദ്ദേഹത്തിന്റെ ആ ഒരു ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ആ ഒരു ഉൾക്കാഴ്ചയെ അതിനെ നമിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും ഏറ്റവും കൂടുതൽ. അത് ഏറ്റവും ഭംഗിയായിട്ട് അത് നടപ്പാക്കുന്ന ശ്രീ കാസിം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ഇത് ബന്ധപ്പെട്ടുള്ള നിങ്ങൾ എല്ലാവരും അക്കാര്യത്തിൽ ശരിക്കും മനസ്സുകൊണ്ട് നമിച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞില്ല അധികം പറഞ്ഞ് ഞാനൊരു ഇതാക്കുന്നില്ല. എന്തായാലും എല്ലാവരും ഒരിക്കൽ കൂടി മനസ്സുകൊണ്ട് നമിച്ചുകൊണ്ട് ഇനിയും കൂടുതൽ സേവനങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരവും അനുഗ്രഹവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയിട്ട് ഈ ജില്ലാ നന്മ ഫൗണ്ടേഷന്റെ ജില്ലാ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. താങ്ക് യു സർ. ഇന്ന്